സർക്കാർ ഓഫീസുകളിലെ അഴിമതികൾ വെളിച്ചത്ത് കൊണ്ടുവരുന്ന നാടകം സൗജന്യ കോഴി. പങ്കെടുക്കുന്നവർ ഷമീം KP, മൻസൂർ V, റഷീദ് A, അബ്ദുൽ അസീസ് T, ലുക്മാൻ T, ആബിദ് ഒളകര, ഉസ്മാൻ T. സൗജന്യ കോഴി.
മദ്രസ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന നാടകം കാലം മാറി. What?
ഇത് എന്താ അതെ ആ കാണ്ട തോടതാ അതിന്റെ ഭാഗത്ത് കൂടെ കുറച്ചാണ് ഒരു പാറ ആ പാറമെന്ന് നോക്കിയാ കാണ്ട വരുന്നത് എത്രയും സ്നേഹം നിറഞ്ഞ ഉപ്പയും ഉമ്മയും ജമീലയും റഷീദും അറിയുവാൻ മകൻ മെയ്തീൻകുട്ടി, നിങ്ങൾക്കിവിടെ സുഖമെന്ന് കരുതട്ടെ. എനിക്കിവിടെ സുഖമെന്ന് പറയാൻ കഴിയില്ല. എൻ്റെ ഈ സീപ്പർ പണി വിട്ട് വേറെ ഒരു ജോലി കിട്ടണം. അതിനായി പ്രാർത്ഥിക്കുക. ജമീലാന്റെ കല്യാണം ശരിയാകും എന്ന് കരുതട്ടെ എന്ന് സ്വന്തം മകൻ മെയ്തീൻകുട്ടി. നിങ്ങളെ പോലെ ഈ സീപ്പർ പണിന്റെ കുട്ടൻസ് തിരിഞ്ഞിട്ടില്ല കേട്ടോ. ഒരു ചെറിയ മതിയുള്ളൂ. അതാണ് മനസ്സിലായോ ഒക്കെ ഉറപ്പാ. ഏതാണ് കുഞ്ഞാല ഈ കാത്തും കൂടി കിട്ടിയപ്പോ മനസ്സിന് ഒരു നിരക്കും സുഖമില്ല. അതിപ്പോ എങ്ങനെയെങ്കിലൊക്കെ തട്ടി ഒപ്പിച്ചൊരു അഞ്ചാത്തുണ്ടാക്കാനും പച്ചമ പരിപ്പ് അങ്ങനെ ഉണ്ടാക്കും. അതിപ്പോ പറഞ്ഞിട്ടെന്താ കാട്ടിന് നമ്മളൊക്കെ മസാല കുടുങ്ങിയില്ലേ. ഇനിയിപ്പോ പരിപ്പ് കുറഞ്ഞ പെണ്ണിന് പരിപ്പ് കുറഞ്ഞ പുതിയാപ്പിളെ തരിക. അല്ലെങ്കിൽ വേദനൊന്നും വേണ്ട. തൽക്കാലം ഒന്ന് രണ്ട് നമ്മളെ തിരക്കടൊന്നുമില്ല. എന്നാലേ ഇവന്റെ കൂട്ടുകാരനാണ് സംസാരിച്ചത്. നമ്മള് സംസാരിച്ചു നോക്കാം. അതൊക്കെ എങ്ങനെയെങ്കിലും കണ്ണിൽ പൊടിയിട്ട് ശരിയാക്കുന്നേ. ഇനിയിപ്പോ ഈ പഠിപ്പ് പറഞ്ഞപ്പോ കുട്ടികൾക്ക് എന്താ വെച്ചാ മലയാളം കല്ല് കഴിച്ചാ നമ്മൾ ഇപ്പൊ വരട്ടോ. പിന്നെ ഞങ്ങള് കണ്ടാണ് എവിടെയുള്ളതാ നിങ്ങളെന്നെ വാപ്പാനോട് പറയുന്നത്. നിങ്ങള് വാപ്പാക്ക് പാട്ട് കാണിച്ചിട്ടില്ല. ഈ കുഞ്ഞാങ്കാക്ക് എന്ത് മനുഷ്യനാ, പാപ്പാനോട് അങ്ങനൊക്കെ പറയാൻ പറ്റുള്ളൂ. നല്ല ചെറുക്കനാ. ആ പാട്ടൊന്ന് കാണിച്ചു തരാ. നമ്മളെ
അമലിയാത്തും ദീനിയാത്തൊക്കെ പഠിച്ച എമ്പാടുമായിരുന്നു. ഇപ്പത്തെ കാലത്ത് ഇംഗ്ലീഷ് മേലെ എത്തിക്കണം.
അമ്മാന്റെ മോളെ കൊണ്ടൊന്ന് വായിപ്പിച്ചു. അയ്യായി ഞാനാകെ ഭാരം കെട്ടു അതിനു. ഇപ്പൊ നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ എന്താ പഠിപ്പിന്റെ ആവശ്യം? ജമീല നിങ്ങൾ ഒന്നും കൂടി പഠിപ്പിക്കും. മറ്റു കാര്യങ്ങൾക്ക് പിന്നെ ചിന്തിക്കാം. ഇല്ല ഷെരീഫ, എനിക്ക് ആ ഭാഗ്യമില്ല. ഞാൻ പഠിക്കുന്ന കാലത്ത് നല്ല മിടുക്കിയായിരുന്നു. എന്റെ ഉപ്പയും മുന്നിൽ തന്നെയാണ് എന്നെ മിടുക്കിയത്. അവസാനം അവരും എന്നെ കൊണ്ട് ചിന്തിക്കുന്നത്. നീ നിരാശപ്പെടേണ്ട, ഇനിയും അവസരമുണ്ട്. ഇല്ല ഷെരീഫ, എനിക്ക് ആ ഭാഗ്യമില്ല. ഞാനിങ്ങനെ അടുക്കളയിൽ വെറുതെ കൂടിക്കോളാം. അല്ലെങ്കിൽ ഞാൻ ടാപ്പിൽ പാട്ട് കേൾക്കുമ്പോ താത്താന്റെ പറച്ചിലും കരച്ചിലും ഇങ്ങനെ സാധനം കെട്ടിരുത്തുന്ന പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും എന്നോട് ക്ഷമിക്കണം. എനിക്ക് പഠിപ്പില്ലാത്തതിൻ്റെ പേരിൽ എനിക്ക് വന്ന എല്ലാ കല്യാണം മുടങ്ങി. ഞാൻ പഠിക്കുന്ന കാലത്ത് നല്ല മിടുക്കിയായിരുന്നില്ലേ? നിങ്ങളല്ലേ മുടക്കിയത്. അവസാനം ഉപ്പയും ഉമ്മയും ഞാനും അതിൻ്റെ പേരിൽ കണ്ണീർ കുടിക്കുന്നു. എൻ്റെ കൂട്ടുകാരികളിൽ പലരും പഠിച്ച് എത്രയോ ഉന്നതയിലെത്തി. ഞാൻ മാത്രം ഒരു നിലയിലും എത്താതെ അടുക്കളയിലും വീട്ടിലും. ഉപ്പയും ഉമ്മയും എന്നോട് വെറുപ്പ് വിചാരിക്കരുത്. ദൈവവിധി പോലെ വരട്ടെ എന്ന് മകൾ ജമീല. പി മൊയ്തീൻ കുട്ടി, ടി ഇസ്മായിൽ. നാടകം ഉടനെ ആരംഭിക്കുന്നു. الشمس والقمر بحسبان والنجم والشجر يسجدان. എവിടെയാണ് അതെവിടെയാണ്?
ഏത് സിഗരറ്റിന്റെ പൗഡറോ അതോ കുത്തിവെക്കണ മരുന്ന അതെവിടെയാണ്? ഈ അത് എന്ന് പറഞ്ഞ മൊയ്തെന്ന് വല്ലതും തീരെ മോനെ. പക്ഷേ എന്തൊക്കെയാ മോനെ നീ കാണിച്ചു കൊണ്ടിരിക്കുന്നത്? ഒരുപാട് പണം ചിലവഴിച്ചു നിന്നെ വിദേശത്തയച്ച് ഞാൻ പഠിപ്പിച്ചു. എനിക്ക് ഈ നാട്ടിൽ വലിയ സ്ഥാനവും മാനവും ഒക്കെ ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അവസാനം എല്ലാം തകർന്നു. എന്നോടൊന്നും പറയേണ്ട വാപ്പ. മുതലാളി, നിങ്ങൾ വിഷമിക്കണ്ട. എല്ലാം പഠിച്ചോന്റെ വിജയാണ്. എല്ലാം വിധിയെന്ന് കരുതി സമാധാനിക്കുക. അല്ല മുതലാളി, ഞാൻ ചോദിച്ചട്ടെ, നമ്മുടെ നാട്ടിലൊക്കെ വിദേശത്ത് പോയി പഠിച്ച എത്ര ഡോക്ടർമാരുണ്ട്? ആരുമില്ലല്ലോ മൈതു. അതാ പറയണത്. ആൾക്കാരെ വല്ല കൂടോത്രം തെറ്റും. നമ്മുടെ അഭിപ്രായത്തില് നമ്മളെ ബസീർ മോൻ ആരോ എന്തോ ചെയ്തതാണ്. ഞാനും അങ്ങനെ വിചാരിക്കുകയാണ്. പല രോഗങ്ങളും മാറ്റാൻ കഴിവുള്ള അവനെ ഇനി ആ നിലക്കൊന്ന് ചികിത്സിക്കേണ്ടിയിരിക്കുന്നു. എന്നാ നിങ്ങൾക്ക് കേക്കണം, നമ്മളെ ഈത്തുമുക്കൻ ഔലെന്ന് വെച്ച അസല് ഉള്ള കോഴ ഔല ചുട്ട കോഴിനങ്ങനെ പറപ്പിക്കണ മനസ്സിലാ. മൂപ്പരുണ്ടല്ലോ വന്നിട്ട് നമ്മളെ ബസീർ മോൻ ഇങ്ങനെ ഒരു നോട്ടം നോക്കിയാൽ മറ്റത്ത് വന്ന് പേരമാര് സൂക്കറാണ് പോവും. ഞാനും കേട്ടിരിക്കുന്നു. ഏതായാലും നീ അദ്ദേഹത്തിന് വിളിപ്പിക്കുക. ഞാൻ ഒന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. പഠിച്ചോനെ, മേലെ നോക്കിയ ആകാശം, താഴത്തേക്ക് നോക്കിയ ഭൂമി, അങ്ങനെ കടിച്ചു. അതിന്റെ അടക്കാപ്പോ ഇവിടെ വേലക്കാരൊരു പണിയിട്ട് പച്ചെങ്കിൽ നമ്മളൊന്ന് പെട്ടെന്ന് പിരാണ്ടയിലായി പോയല്ലോ. ഇങ്ങനെ രണ്ട് പുസ്തകം കുടിച്ചാല് മെയ്ത് അധികം പങ്കാളി പറഞ്ഞവന്ന് എത്തും. എവിടെ കുണം കിട്ടാൻ നോക്കട്ടെ. ഒക്കെ നമ്മളെ വിജയി പോലെ. എന്റെ കമ്മിറ്റി ഉണ്ടാക്കിയല്ലേ മാത്രം കണ്ടോ? പിന്നെ നിങ്ങളെ കുത്തോണ്ട് നോക്കണ്ടേ നമ്മളെ കുപ്പാത്തിന് ഓട്ടാണ് കണ്ടോ? അങ്ങനെ തന്നാണ് എന്റെ കൊടക്കൂട്ടിയത് ഞാനാ. പിന്നെ ആരാ എന്റെ പള്ളക്കുട്ടിയെ നമ്മളെ വിട്ടല്ല. പിന്നെ ആരാ കുത്ത? അത് നമ്മളെ കൊടന്റെ വിറ്റ ചത്ത ആവന്റെ മാതിരിയായി. അന്റെ കൊട വെച്ചതേ നമ്മളെ കുത്തല്ല, അന്റെ കുറ്റല്ലേ. പിന്നെ ആരിട്ട നമ്മളെ കട്ടിന്റെ കുറ്റ പിന്നെ കണ്ടോളെ. ഇവിടെ കാര്യത്തിനും കോയിക്കാനൊന്നല്ല, വേലക്കാരല്ല. എന്തായിരുന്നു നല്ല ചൂടിലാണല്ലോ. ഈ അറുമൂല് ചൂടില്ലാത്ത സമയം എപ്പോഴാ മലയാളി? ദിവസം 24 മണിക്കൂറല്ലേ, 48 അഞ്ചിനാ നമ്മളെ പ്രാർത്ഥന. അതെന്തായിരുന്നു സമയം കിട്ടാത്ത ഇത്ര വലിയ പരിപാടി? വല്ല കയറ്റുമതി ഇറക്കുമതി ഒക്കെ തുടങ്ങി. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ കയറ്റുമതി ഇറക്കുമതി ഒക്കെ തന്നെ. പ്രായം തേച്ച പെൺകുട്ടികളെ പെരിയിൽ നിറക്കുക, ഒരു പ്രായമായ ആൺകുട്ടികളെ പെരിയിൽ കാറ്റുക. ഇതൊക്കെ ഇടയിലൊരു മൂന്നാം കണ്ണിയല്ലേ ഈ അറിഞ്ഞു. അപ്പൊ നല്ല കോളായിരിക്കുമല്ലോ. അല്ല മുതലാളി, ഞമ്മക്കൊന്ന് നോക്കട്ടെ.
എനിക്കാ. നിങ്ങൾക്കല്ലാതെ പിന്നെ ആർക്കാ? നിങ്ങൾക്ക് വേണമെങ്കിൽ പറ്റിയ ശേഷം നമ്മളെടുത്തുണ്ട്. അതൊന്നും വേണ്ട. ഇപ്പൊ പ്രായമൊക്കെ കുറെ ആയില്ലേ? വേണ്ടെങ്കിൽ വേണ്ട. വേണ്ട അടുത്ത് ഉണ്ടല്ലോ അവിടെ. നമ്മളെ ബഷീർ പോലെ. ബഷീർ മോൻ ഈ വക കാര്യങ്ങളൊക്കെ പറയാൻ അവന് ബോധം വന്നിട്ട് വേണ്ടി ഇറങ്ങൂ. അതെന്താ മുതലാളി? ഏതായാലും നീ അവനെ ഒന്ന് വിളിച്ച് പറഞ്ഞു നോക്കി. നിങ്ങൾ ഓരെങ്കിലും വിളിച്ചേ. ഈ ആർന്ന് വിളിച്ചാ വായിക്കാനാത്ത കുട്ടികളുണ്ടോ? ആ മുതലാളിന്റെ കല്യാണം ആ വകയിലൊരു 5000. ആ ആരാ? ഇറങ്ങു. അറിയില്ലേ? അറിയില്ല, അറിയണമെന്നില്ല. അങ്ങനെ പണ്ട് പലരും പറഞ്ഞതാ. പക്ഷെങ്കിലേ കൂട്ടിമുട്ടിക്കാൻ നേരത്തെ എല്ലാവരും ഇറങ്ങൂനെ തരും. എന്ത് കൂട്ടുന്നു, എന്ത് മുട്ടുന്നു? പടത്തോനെ പാൽപ്പിലാമ്പിങ്ങനെ തുടങ്ങണോ? നിങ്ങൾ എന്താ ഇങ്ങോട്ട് വന്നത്? ഈ ഇറങ്ങും ഒരു പൊരേ കയറി ഇറങ്ങണ്ടെന്ന് എന്തിനാന്ന് ഉമ്മ വെച്ച മക്കൾക്കൊക്കെ അറിയണ്ടല്ലേന്ന്. എന്നെ ഉമ്മ പ്രസവിച്ചാലെന്ന് കരുതിക്കോളൂ. വല്ലാത്തൊരു സാധനം തന്നെ. നിങ്ങളൊന്നും പോകുന്നുണ്ടോ? പോകെ ആരും ഇറങ്ങുക. നെല്ലും കല്ലും തിരിച്ചാതെ ഈ ഇറങ്ങു വെച്ച കാലം മുന്നോട്ട് വെക്കൂല. അതിനൊക്കെ ഇവിടെ വേറെ ആളുണ്ട്. ആള് പലതുക. പക്ഷെങ്കിലേ ഈ ഇറങ്ങു കൊണ്ടേണ്ടത് 100ക്ക് 100 ഒത്തതേനെ. കുട്ടി തോന്നിട്ട് കേക്കി ആലും കൊമ്പത്ത് അബുബക്കറാജ് മകൾ, ആളേക്കൽ വീട്ടിൽ കുഞ്ഞമ്മാജ് മകൾ, ഇങ്ങനെ വായിച്ചാണെങ്കിൽ നേരം വെളുക്കോളം വായിച്ചാൽ ചെയ്യൂല. അല്ല, നിങ്ങൾ പാരിസിൽ പോയിട്ടുണ്ടോ? പിന്നല്ലാതെ നമ്മളെല്ലാവരും വേണ്ടി പാരിസിലല്ലേ. ആ പാരിസോട്ടുള്ള വിജയുണ്ടല്ലോ ആര് വേറെ നിങ്ങൾ പാരിസ് നഗരത്തിൽ പോയിട്ടുണ്ടോ? അമ്മ അതിന് നരകത്തിലൊന്നും നമ്മള് പോയിട്ടില്ല. നമ്മളവിടെ അയക്കല്ലേന്നാ പ്രാർത്ഥന. നിങ്ങൾ പാരിസിൽ സിഗരറ്റ് വലിച്ചിട്ടുണ്ടോ? പാരീസിലെ സിഗരറ്റൊന്നും നമ്മൾ വച്ചിട്ടില്ല. ദുബായിക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിപ്പം ആണെങ്കിൽ ഒരു 1-2 നമ്മളെ പോക്കറ്റില് സ്റ്റോക്ക്. നിങ്ങൾ ഈ സിഗരറ്റ് വലിക്കോ? പിന്നെന്താ വെച്ചാല് ഇത് പൂർണ്ണമായിട്ട് വലിക്കോ? പിന്നെ ഇതുവരെയൊക്കെ നമ്മൾ വെച്ചു. ഇത് മുഴുവൻ വെച്ച് ഞങ്ങൾക്ക് 50 രൂപ തരാം. 50 രൂപ കത്തിച്ചാണി. ഞാനാണ് ശ്രീമാൻ KPS പന്തലായൻ. ഈ രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം. പിന്നെ പാരീസ് എന്തൊരു മഹാനഗരം, സുഗലോലുപന്മാരുടെ ആസ്ഥാനം. ഞാനും എന്നെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ക്ഷീണവും സാധാരണ യൂറോപ്പിലും പാരീസിലും ഒക്കെ പോകാറുണ്ട്. അടുത്ത തവണ ഞാനാണ് ഈ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നത്. ആരാ? KPS പന്തലായൻ, ഈ രാജ്യത്തെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സേവകൻ. ഇവിടെ ആരെ സേവിക്കാൻ വേണ്ടി വന്നതാ? ഇങ്ങനെയൊന്നുമില്ല, എല്ലാവരെയും ഞാൻ സേവിക്കും. എന്റെ സേവനം ഈ നാടിന് വേണ്ടിയാണ്. നിങ്ങളൊക്കെ സേവിച്ച് ഈ നാടിപ്പോൾ എല്ലാം തൊലിയുമായി. അതൊക്കെ താല്പര്യ കക്ഷികൾ നടത്തുന്ന പ്രോപ്പകണ്ടകൾ. നമ്മുടെ നാടിപ്പോൾ സമത്വ സുന്ദരം, ലളിത കോമളം, മധുര മനോഹരം. വെറും കടലാസിൽ 10-40 കൊല്ലമായല്ലോ സേവിക്കാൻ തുടങ്ങിയിട്ട്. ഇനിയും വയറ് നിറഞ്ഞില്ലേ? നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ദയവ് ചെയ്ത്
ഈ വൃത്തികെട്ട രാഷ്ട്രീയം കൊണ്ട് ഇങ്ങോട്ട് വരരുത്. രാഷ്ട്രീയം ഇപ്പോഴും അതിന്റെ ചാനലിലൂടെ സുഖമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ചില വിഘടനവാദികളും തീവ്രവാദികളും മതമൗലികവാദികളും അതിന് വേലികൾ തീർക്കുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് നിലനിൽക്കുള്ളൂ. ഇപ്പറഞ്ഞ വാദികളെയും കക്ഷികളെയും ഒക്കെ ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെയാണ്. ഞങ്ങളുടേത് ഈ രാജ്യത്തെ യഥാർത്ഥ പാതയിലേക്ക് നയിക്കുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. രാജ്യത്തെ യഥാർത്ഥ പാതയിലേക്ക് നയിക്കുന്നത് ഒരു പള്ളി സംരക്ഷിക്കാൻ പോലും കഴിയാത്ത നിങ്ങളാണ് ഈ രാജ്യത്തെ യഥാർത്ഥ പാതയിലേക്ക് നയിക്കുന്നത്. പള്ളിയോ? ഏത് പള്ളി? അതങ്ങ് മറന്നതല്ലേ? ഓ സോറി, ഞാനതങ്ങ് മറന്നുപോയി. അതൊക്കെ ഈ രാജ്യത്ത് വളർന്നു വരുന്ന വിഘടന പ്രവർത്തനങ്ങളുടെ ചെയ്തികൾ. ഞങ്ങൾക്കതിൽ പങ്കില്ല. 992 ഡിസംബർ 6 പള്ളി പണിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നേതാവ് പൂജാമുറിയിലായി. എന്നിട്ട് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നു. ദയവ് ചെയ്ത് ഈ രാഷ്ട്രീയവും വോട്ടും പിരിവും കൊണ്ട് ഇങ്ങോട്ട് വരരുത്. ഇങ്ങനെ കേൾക്കണം. മൂപ്പറെ കുതിരത്ത് എന്താണ് ഞാൻ ചെന്നപ്പണ്ട് കൊടുത്തത് കഴിച്ച് പിയാനെ കൊടുക്കുന്നു. മൂപ്പരിതാ ഓനങ്ങനെ ഒരു നോട്ടം അങ്ങോട്ട് നോക്കിയേക്ക്. സ്വിച്ചൊക്കെ വെളിച്ചം പിയാന്റെ അങ്ങോട്ട് പോയി. അപ്പോ ഞാൻ വന്ന കാര്യം പറയണമെന്നില്ല. വൃത്തികെട്ട ഈ രാഷ്ട്രീയ കൂട്ടുകെട്ടൊക്കെ ഞാൻ എന്നും ഒഴിവാക്കി. നിങ്ങൾക്ക് പോകാം. അല്ല എന്നിട്ട് തങ്ങളെവിടെ? എന്നാലേ ഇത് നീ പോയിട്ട് കുറച്ച് ഇറച്ചിയോ മീനൊക്കെ വാങ്ങിക്കോ. കുറച്ച് പഴങ്ങളും വാങ്ങിക്കോ. ഡ്രൈവർ അവിടെ പീടികയുണ്ടാവും. ഞാനൊന്ന് കുടിച്ചിട്ട് വരാം. വാപ്പയോ? ആർക്കാണ് വാപ്പ? കുട്ടി മാത്രമുള്ളൂ. നിങ്ങൾക്കിപ്പോ ആരെ വേണം? നമുക്ക് വേണ്ട ആളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ വിളിക്കാൻ വന്ന ചങ്ങായിയുടെ അപ്പൊ ഇങ്ങോട്ടല്ല നമ്മളോട് വരാൻ പറഞ്ഞേ. അതെ ഇങ്ങോട്ട് തന്നെ. പക്ഷെ അവിടെ അവിടത്തേക്ക് സംസാരിക്കാം. അപ്പൊ പറഞ്ഞ കഴിയതാലേ 4 മക്കളിൽ ആണായിട്ട് ഇവൻ മാത്രം ഒരുപാട് പണം ചിലവഴിച്ച് വിദേശത്തയച്ച് ഞാൻ പഠിപ്പിച്ചു. അവസാനം തിരിച്ചു വന്നപ്പോ മനുഷ്യനും മൃഗവുമല്ലാത്ത കോലത്തിലാ വന്നത്. ചില്ലറക്കാരനല്ല, കരിങ്കുട്ടി ദേവകമൂർത്തിയും കൂടിയാൽ
പലതും പറഞ്ഞും കൊണ്ടിളകും രോഗി. കൈവില്ല കെട്ടോ നീണ്ടുപോയാൽ പലയാതിഹാലും കോലമായി മാറും. കരിക്കട്ട കൊണ്ട് വെട്ടണം കളമൊന്ന്. ഒരു 3 പൂവൻ കോഴി തന്നെ വേണം. ഒരു 3 കഷ്ണം വെള്ളയും വെളിച്ചം. ആവശ്യമുണ്ടൊരു 3 കട്ട തേങ്ങ. അപ്പൊ ഈ പറഞ്ഞ സാധനമല്ലോ എന്നിട്ട് കുറച്ച് വണ്ടിയെടുക്കുന്നുണ്ട്. എന്ത് വേണമെങ്കിലും ഒരുക്കാം. എനിക്ക് എന്റെ മകനെ തിരിച്ചു കിട്ടിയാൽ മതി. ഈ ആശ്രമങ്ങളൊക്കെ വിചാരിച്ച ഏത് കൊടികേറിയ ഈ പിരിതിനെയും പറപ്പിക്കുന്ന കോഴികളെ അനവധി സൈതാന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു പിശാചിനെ നമ്മൾ കണ്ടിട്ടില്ല. ഇത് വല്ലാതെ സൈസ. അപ്പൊ തങ്ങൾ ഒരു കാര്യം പറയട്ടെ. എന്താ ഈ ചികിത്സ ഇങ്ങനെ തുടർന്നാൽ എനിക്ക് എന്റെ മകനെ തന്നെ നഷ്ടപ്പെടും. ഇങ്ങക്ക് വേണ്ടെങ്കിൽ വേണ്ട, നമ്മക്ക് തിരുവല്ല കാര്യമൊന്നുമില്ല. അല്ല, ഇങ്ങനെ ചികിത്സിച്ചാൽ എന്റെ മകൻ ശാരീരിക രോഗം മാനസിക രോഗത്തിന് പുറമെ ശാരീരിക രോഗം കൂടി പേറേണ്ടി വരും. അങ്ങനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, നമ്മൾ വന്നു. ഇങ്ങോട്ട് പോകാൻ പറഞ്ഞ നമ്മൾ പോകും. അല്ല, നിങ്ങൾ തങ്ങളെ തെറ്റൊന്നും വിചാരിക്കരുത്. നമ്മക്കവരില്ല, നമ്മളറിയില്ല. ആ ചികിത്സ കൊണ്ടും ഒരു ഫലവുമില്ലല്ലോ. എന്താ ഞാൻ പറയാ മുതലാളി, വാദം വന്ന നമ്മൾ കുറുന്തോട്ടം ചികിത്സിക്കായിരുന്നു. പക്ഷെങ്കിൽ കുറുന്തോട്ടേക്ക് തന്നെ വാദം വന്നപ്പോ നമ്മൾ എന്തോടാ ചികിത്സിക്ക? എന്തോ എനിക്കൊന്നും നിശ്ചയമില്ല. വാലൈക്കും സലാം. ആരെ ഇറങ്ങോ? എങ്ങനെയുണ്ട് ഇറങ്ങോ ബിസിനസ് ഒക്കെ? ബിസിനസ്സൊക്കെ അങ്ങനെ ഉറപോലെ നടക്കണേ. രാവിലെ പെൺകുട്ടികൾ നിർത്താൻ കാലം നമ്മളെ ജോലിക്ക് യാതൊരു തട്ടും നടന്നില്ല. അല്ല, നമ്മളെ കുട്ടിക്ക് എങ്ങനെയുണ്ട്? വല്ല മാറ്റം ഉണ്ടോ? എന്ത് മാറ്റം? പഴയ പോലെ തന്നെ. തെങ്ങ ചികിത്സയോട് മാറ്റൊന്നും ഇല്ലേ? തങ്ങളെ ചികിത്സ അയാളിങ്ങനെ 3-4 ദിവസം ചികിത്സിച്ചാൽ എനിക്ക് എന്റെ മകനെ തന്നെ നഷ്ടപ്പെടും. അല്ല, അതാരാ പെങ്ങിട്ട് വരേണ്ടത്? നിങ്ങളെ വെളിച്ചം കാട്ടിയാളല്ലേ? ആര് വെളിച്ചം കാട്ടി? അതേന്നെ, നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഇവിടെ പട്ടാപ്പകല് ചൂട്ടും കത്തിച്ചടക്കണ കുറച്ച് വച്ചിരുപേര് ഓല് പറയണ്ട. ഇവിടെ എപ്പോഴും ഇറ്റാന്ന ആ ഇറ്റ് വെച്ചാക്ക ഓലത്തെ ചൂട്ടുള്ളൂന്നാ ഓല് പറയേണ്ടത്. എന്തൊക്കെയാണ് ഈ പറയുന്നത്? അല്ല, ഓല് തട്ടും തടവൊന്നും ഇല്ലാതെ ഇങ്ങോട്ട് തന്നെയാണ് വരേണ്ടത്. മലയാളി ഓലിവിടെ വന്നാല് നിസ്സാരം കൂട്ടൊന്നും വരാൻ തിരക്കണ്ട. വന്ന വഴിക്ക് പോകാൻ പറഞ്ഞാൽ വാലൈക്കും സലാം. അപ്പൊ മലയാളി നമ്മളെ അറിഞ്ഞാണ്. ഞാനും ഇവരും കൂടി ഒരിടക്കണ്ട, അത് ശരിയാവില്ല. അതെന്താ നമുക്ക് ഞങ്ങൾ വന്നപ്പോ നിങ്ങൾക്കൊരു പ്രശ്നം? ഉണ്ട്. നിങ്ങളെ ഈ വെളുത്തും ചൂട്ടൊക്കെ കാണുമ്പോ നമ്മളെ കണ്ണിന് എനിക്ക് ഇരുവപ്പ. അല്ല, അതെന്തിനാ? എന്തിനാന്ന് ചോദിച്ചാല് നിങ്ങളെ ഈ റോഡട്ടിലും വജ്രും ഒക്കെ കാണുമ്പോ തന്നെ ഞങ്ങളെന്താ ഒരു ആദർശത്തിന്റെ വക്താക്കളെന്ന നിലക്ക് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു മാത്രം.
അതിനെല്ലാവർക്കും ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ബോധണ്ടാക്കാൻ വേണ്ടി ഇന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമ്മൾ കടമകളും ബാധ്യതകളും അങ്ങനെ കുറെ കടമകളും ബാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ മലയാളി നിങ്ങളെ സംസാരിച്ചിരുന്നോളി. അല്ലെങ്കിൽ നിങ്ങളെ വൈദ്യുതിയിലൊന്നും കണ്ട് നട്ടം ചെയ്യരുത്. എന്തൊക്കെയാണ് നീ പറയുന്നത്? വീട്ടിൽ കയറി വരുന്നവരോട് അല്പം മര്യാദയോട് സംസാരിക്കട്ടെ. അല്ല മര്യാദ നമ്മള് പോവാ. വിവരമില്ലാത്ത വർഗമല്ലേ. മകനെ ഇവിടെ പോയി. മകൻ അവനെവിടെ മുകളിലുണ്ടാവും. കണ്ടിട്ട് എന്ത് പ്രയോജനം? അവൻ മറ്റേതോ ലോകത്താണ്. ചിലതൊക്കെ കേട്ടു. കുറെ കാലമായി നേരിലൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നു. കണ്ടിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഏതായാലും വന്ന സ്ഥിതിക്കൊന്ന് പോയി നോക്കി. അവിടെ മുകളിലുണ്ടാവും. പോയി നോക്കി. നമ്മളെ പൗതി ആശക്കല്ല ഇറങ്ങുക. അല്ല നമ്മളെ പാരീസിന്റെ അവിടെ പാരീസോ? അതേ ഇവിടുത്തെ കുട്ടിയെ എനിക്ക് കേൾക്കണം. മൂന്നാളെ നമ്മളൊന്ന് പാരീസിക്കാൻ 500 സ്പീഡിലല്ലേ നമ്മള് പാരീസിലെത്തിയത്. അല്ല കുട്ടിക്ക് അങ്ങനെ അല്ല മാറ്റമുണ്ടോ? കുട്ടിക്ക് കുറേശ്ശൊക്കെ മാറ്റം തന്നെയാണ്. അപ്പൊ നമ്മളെ ചൂണ്ടൽമ കൊത്താനായി. നിങ്ങളെ ചൂണ്ടൽമ മൂപ്പരം മലയാളി മൂപ്പരം മോനം കൊത്തുവെച്ച് നടക്കണ്ട. അതെന്താ മൈതോ? നിക്ക് 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 നിക്ക്. ഇങ്ങനെ നമ്മളെ മൊയ്തോ കുറ്റണ്ട. അതെന്താടാ കൂറ് മാറിയോ? വേറെ ജാതിയിലേക്ക് വന്നോ? ജാതിയും കൂറൊക്കെ പഴയതാണ്. പക്ഷെ നമ്മളെ കുറച്ച് കൊന്തേക്കണ്. പുതിയ ചെക്ക് പാറ്റ് കേട്ടോ? അതല്ല, നമ്മളെ സ്ഥാനം കുറച്ച് കൂടിയേക്കണ്. അതെന്താ പണിക്കൊരു സ്ഥാനം? ഇനി മുതല് നിങ്ങൾ നമ്മളെ ചെയർമാൻ വിളിച്ചാൽ മതി. ഇത് ചെയർമാനോ? അതല്ല, ചെയർമാൻ എന്തിന്റെ ചെയർമാനപ്പത്? അതായത് നമ്മുടെ നാട്ടിലുണ്ട് ഒരു യുവജന സാംസ്കാരിക വേദി, അതിന്റെ ചെയർമാനാ. അങ്ങനെ ഒരു സാധനം ഉണ്ട് അവിടെ? ഉണ്ട്. അത് 3 സൈസാ. നട്ടരായ സൈസ്, ഇളയ സൈസ്, മൂത്ത സൈസ്. ഇതിപ്പോ അതിൽ ഏത് സൈസിന്റെ ചെയർമാനാ? കണ്ടതാ ശരിയില്ലേ? നട്ടരായ സൈസ്. അപ്പൊ ചെയർമാനെ അതൊക്കെ നമ്മളൊരു ഐഡിയ പറഞ്ഞുതരാം. അന്റെ ഈ കമ്മിറ്റിന്റെ പേരിൽ നമുക്ക് ഒരു ഫണ്ട് ഉണ്ടാക്കാം. എന്തുണ്ടാക്ക? ഫണ്ടടാ ഫണ്ട്. അതിന്റെ പേരിൽ കുറച്ച് പണം വിരിക്കാം. എന്നിട്ട് അതങ്ങോട്ട് പേരുണ്ട്. തല്ല് കിട്ടുന്ന എല്ലാ വർക്കാരും കൊണ്ട് പേരുണ്ട്. അതൊന്നും ഇല്ലടാ. ഇനി വാ. എത്ര പാർട്ടിക്കാര് എത്ര പിരിവാണ്ടാക്കിട്ട് എത്ര മുക്കലുണ്ട്. എനിക്ക് കേൾക്കണോ? നമ്മളെ പ്രധാനമന്ത്രി അടക്കം മുങ്ങി കുളിരാറ്റവനല്ലേ? എന്നിട്ട് ഓരക്കെപ്പോഴും 2 കാലും ഹയാത്തിൽ ജീവിക്കണില്ലേ? എന്നാലേ അതൊക്കെ പോട്ടെ. എനിക്ക് നിങ്ങളെ വിഷയം വരാണ്ട്. എന്താ അത് വിഷയം? ഇങ്ങോട്ടുണ്ടായിരുന്ന ഒരു മോള് എന്താ പോണ പേര്? ഓക്കെന്താ പുരാപ്പണം തരാത്ത്? അതാണ് ചെയർമാൻ എനിക്ക് ബുദ്ധില്ലാന്ന് പറഞ്ഞിട്ട്. ഈ കോയപ്പാരുണ്ടല്ലോ നല്ല ഒന്നാന്തര ചട്ടിയും കലും ഉണ്ടാവും. എന്നിട്ട് ഓല താഴെ ചെല്ലുമ്പോ ഓൾക്ക് നല്ല ചട്ടിയും കലും ഉണ്ടോ എന്ന മാറ്റാനെ നമ്മളെ കിഡ്നി വേണ്ടിയാൽ എത്ര ആൾക്കാർ ആഗ്രഹം മാറ്റിയതാ. അവസാനം മൂപ്പരിക്ക് ആഗ്രഹം വന്നപ്പോ മൂപ്പര് മാറ്റിയോ? ഇപ്പൊ പുട്ട കിട്ടി. നിങ്ങൾ പറഞ്ഞ കുട്ടത്തെ നമുക്ക് പുട്ട കിട്ടി. ഈ നാട്ടിലെ എല്ലാ പെൺകുട്ടികൾക്കും പുരാപ്പ ഉണ്ടാക്കും.
പക്ഷേങ്കിൽ ഈ മോക്ക് നിങ്ങൾ പുരാപ്പണ തരില്ലാണ് അർത്ഥം. എനിക്ക് കുറേശ്ശെ ഉണ്ട്. എന്തുണ്ട്? അതുണ്ട്. എന്നാലേ ഇങ്ങളെ മോക്ക് നമ്മളെ പുരാപ്പണ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ തന്നെ നാടും വീടൊക്കെ കായത്തോടെ നടക്കുമ്പോ ആരെയാണ് പറഞ്ഞേ? ചുറ്റിത്തിരിവില്ല. അവസാനം നമ്മളെ മോളാകെ ചുറ്റിത്തിരിയോ? അതൊന്നുമില്ല. ചക്ക നല്ല പുകമ്പാമ്പോഴത്തെ ചക്കനാ. സുഖംപായ അതിന്റെ മോന് വല്ല മഞ്ഞപ്പിത്തുണ്ടോ? അതൊന്നുമില്ല. സംഗതി ഓർച്ചന്നെ. ഓക്കെ. അതിങ്ങനെ എന്റെ മോളെ കല്യാണം ഞാൻ ആരെ ഓർത്തു? നിങ്ങൾ ഓർത്തിട്ടില്ല. പിന്നെ ആരുടെ കെട്ടിയോളോ? അതുമില്ല. പിന്നെ ആരുടെ മോളോർത്തോ? മോള് ഓർത്തിട്ടില്ല. പിന്നെ ആരൊക്കെ കാര്യം കേട്ടാ പുതിയ അത് ശരി. മോനെ നാടുണ്ട്. അതേലും പറ. പേരെന്തായാലും പറജേ. പേരെന്നാളൊക്കെ പറയാം. നിങ്ങൾ തെറ്റാരാണോ? തെറ്റാറാകത്ത് ഊരും പേരും അറിയാതെ എങ്ങനെ എന്റെ മാതിരി പഠിപ്പോ സൗന്ദര്യവും ഒക്കെ ഉണ്ട്. അഞ്ചമായി പഠിച്ചത് ചൊടപ്പില്ലേ? അല്ലാതെ അനക്ക് പഠിപ്പിക്കാൻ അനക്ക് പഠിപ്പുണ്ടാക്കില്ല. ഇവിടെ ചട്ടിയും കാലം മോളം തിരക്കില്ലേ? ഇങ്ങനെ സൗന്ദര്യത്തിന്റെ കാര്യം പറയണെങ്കിണ്ടല്ലോ 14,000 ഇങ്ങനെ ചെന്ന് നിന്നാ മതി. നിങ്ങൾ അങ്ങനെ പറയൊന്നും വേണ്ട. ചക്കനെ കണ്ടാങ്ങള് കണ്ണോ ചിമ്പി സമ്മതിച്ചു. ഇനിയും പറയും ചെക്കൻ ചെക്കൻ ഓന്റെ പേരൊന്നും പറയേ. പേര് പറയണോ? അതേവനൊന്ന് കേക്കട്ടെ ചെങ്ങായിയെ. ഓന്റെ പേര് മൊയ്തൂന. മൊയ്തോ? ഏത് മൊയ്തു? ഈ മൊയ്തു. എടച്ചെന്താടാ ആദ്യം പറയുന്നത്? പറ്റില്ലേ? പിന്നെ പറ്റാതെ അല്ല അനക്കെത്ര പണ്ട് പണൊക്കെ കിട്ടണ്ടേ? അതൊക്കെ കിട്ടുള്ളത് തന്നാ മതി. ഇത് കിട്ടിയില്ലേലും കുഴപ്പം ഒന്നുമില്ല. അനക്ക് മോളെ കണ്ടോളാ. എന്താ മൊയ്തു? മൊയ്തു, നീ പോയിട്ട് ആ തേങ്ങയ്ക്ക് നെല്ല്. ബഷീർ എവിടെ പോയി? ബഷീർ എന്നാള് ഇവിടെ വന്ന ചെറുപ്പക്കാരെ കൂടെ ഇറങ്ങിപ്പോഴുണ്ട്. എന്തോ ക്യാമ്പോ ക്ലാസോ എന്തൊക്കെ ഉണ്ട് പറഞ്ഞു. എപ്പോഴാ വരുമെന്ന് പറഞ്ഞു? നാളെ നോക്കുന്ന പറഞ്ഞത്. അപ്പൊ നിങ്ങളെ മോനെ ആ വൈത്തിരി പേര് ക്ലാസ്സിലാക്കില്ലേ മുതലാളി? ഓലിങ്ങനെ ആദ്യം നക്കും പിന്നെ നെക്കും. നിങ്ങൾ സൂക്ഷിക്കണം. അതൊന്നുമില്ല ഇറങ്ങും. അവര് ആ കുട്ടികൾ ഇവിടെ വരാൻ തുടങ്ങിയതിന് ശേഷം ബഷീറിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ട്. അവന്റെ ആ പഴയ ശീലം തന്നെ അവൻ ഉപേക്ഷിച്ചിരിക്കുന്നു. മുതലാളി ഓലിങ്ങനെ പത്തക്കന്റെ മാതിര. പുറം കണ്ട പച്ചയും ഉള്ളു മറ്റിയതും. എങ്ങനെ ആയാലും എന്താ ഇറങ്ങൂ, മധുരണ്ടായ പോരെ. അവസാനം കഴിച്ചിട്ട് ഇറക്കാനും മതിരിച്ചിട്ട് തുപ്പാനും പറ്റൂല. അതൊന്നുമില്ല ഇറങ്ങൂ. സത്യം എന്നും സത്യമായി തന്നെ നിലനിൽക്കും. അവരുടെ പ്രവർത്തനം ഇന്ന് ഈ നാട്ടിന് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ്. അവസാനം മുതലാളിയും കാലുമാറി കെട്ടാൻ തുടങ്ങിയോ? നിൽക്കുന്ന സ്ഥലം ചളിയാണെന്ന് അറിഞ്ഞാൽ പിന്നെ കാലുമാറി ചവിട്ടുന്നാലേ ബുദ്ധി. നമ്മളെ ഈ പേരിക്കുള്ള വാതിൽ അറിഞ്ഞൂന്നർത്ഥം. അടഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഇമാതിരി കുരുട്ടു വർത്തമാനവും സ്വതന്ത്രം കൊണ്ട് ഇങ്ങോട്ട് വരരുത്. നമ്മള് പോവാ.
പാരീസിന്റെ മതോന്മതരാവൂരിൽ ഞാൻ ഉല്ലസിച്ച് നൃത്തമാടി. എന്റെ ജീവിതത്തിന്റെ സുഖദായകമായ യാമങ്ങളും നാമങ്ങളും മദ്യത്തിന്റെയും മദിരാക്ഷിയുടെയും മതചിഷണങ്ങളെയും ഞാൻ എൻ്റെ ജീവിതത്തെ തളച്ചിട്ടുണ്ട്. ദുർഭഗമായ ആ നിമിഷങ്ങളിൽ ഇനി ഒരിക്കലും എന്നിലേക്ക് തിരിച്ചു വരും. ഈ വിശുദ്ധ ഖുർആനിന്റെ ശീതളച്ചായയിൽ ഞാൻ എൻ്റെ ജീവിതം ധന്യമാക്കട്ടെ. ഈ പച്ച വെളിച്ചം എൻ്റെ ഹൃദയത്തെ ആകർഷകമാകട്ടെ. അതെ, ഏതോ ആൾത്തിരക്കിൽപ്പെട്ട് ഉമ്മയെ നഷ്ടപ്പെട്ട കുഞ്ഞിന് ഉമ്മയെ തിരിച്ചു കിട്ടിയപ്പോഴുള്ള ആവേശമാണിപ്പോൾ. എൻ്റെ ജീവിതത്തിന് വഴി തിരിച്ചുവിട്ടത് നിങ്ങളാണ്. അങ്ങനെയൊന്നും പറയല്ലോ ബഷീർ. എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. എല്ലാത്തിനും കാരണം ഈ ഗ്രന്ഥമാണ്. ഈ വിശുദ്ധ ഗ്രന്ഥം മനുഷ്യനെ ഏറ്റവും സുഭകവും ഋജുവുമായ മാർഗത്തിലേക്ക് വഴിതെളിക്കുന്നു. ആ ഖുർആനിന്റെ വെളിച്ചത്തിലേക്ക്, അതിന്റെ ശീതളച്ചായയിലേക്ക്, അതിൽ ബോധിപ്പിക്കുന്ന സത്യത്തിലേക്ക് വരിക വരിക വരിക. ഈ നാടകം ഇവിടെ അവസാനിക്കും. സഹൃദയരായ നാട്ടുകാർ, കലാപരിപാടികൾ ഇവിടെ അവസാനിക്കുന്നു. ഈ പരിപാടിയുമായി ഇതുവരെ സഹകരിച്ച എല്ലാ സഹോദരങ്ങൾക്കും ഹാർദവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു.